വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെയാണ്. അല്ലാഹു തആല നമുക്കൊക്കെ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പള്ളിയിൽ മുണ്ടക്കൈ എന്ന് പറയുന്ന മനോഹരമായ പള്ളിയിൽ സേവനം ചെയ്തിരുന്ന പാവപ്പെട്ട ശിഹാബ് ഫൈസി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, നാം ആലോചിച്ച് നോക്കുക, ആ നാട്ടിലുള്ള എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു. ആ മഹല്ലിന്റെ ഖത്തീബായിരുന്നു. അവസാനം വെള്ളപ്പൊക്കത്തിന്റെ ഉള്ളിൽ വിരൽപ്പെട്ടൽ കടന്നു വരുമ്പോഴും ആ പാവപ്പെട്ട മനുഷ്യൻ അവരുടെയിലേക്ക് സഹായിക്കാൻ ഓടിപ്പോയതാണ്. പക്ഷേ കടന്നു വന്ന മലവെള്ളപ്പാച്ചിലില് ശിഹാബുദ്ദീൻ ഫൈസി എന്ന പാവപ്പെട്ട പണ്ഡിതനും ആ ഉരുൾപൊട്ടലിലേക്ക് കടന്നു പോവുകയാണ്. പക്ഷേ ആ പണ്ഡിതൻ അല്ലാഹുവേ എത്ര ഭാഗ്യവാനാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിക്കുള്ളില് അവസാനത്തെ റൂഹ ശരീരത്തിൽ നിന്ന് വേർവിട്ട് കടന്നു പോകുമ്പോഴും അല്ലാഹുവിന്റെ അചഞ്ചലമായ വിധിക്കുള്ളിൽ വിട പറഞ്ഞു പോകുമ്പോഴും അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ പള്ളിക്കകത്ത് വെച്ചല്ലേ ആ പണ്ഡിതനെ യാത്രയായതോ. അങ്ങനെ എത്രയെത്ര ജനാസകളാണ് സഹോദരങ്ങളെ. ആ പ്രിയപ്പെട്ട പണ്ഡിതൻ അല്ലാഹ് സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട ഒരു വീഡിയോ കാണാനിടയായി. ശിഹാബുദ്ദീൻ ഫൈസി ഉസ്താദിന്റെ ഒരു വീഡിയോ കണ്ടപ്പോ കണ്ണു നിറഞ്ഞു പോയി. പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ട ഉസ്താദ് അല്ലാഹ് മദ്രസയിലെ കടന്നു വരുന്ന പ്രിയപ്പെട്ട കുരുന്ന മക്കൾക്ക് അക്ഷരങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ ആ വീഡിയോ കണ്ടപ്പോ യഥാർത്ഥത്തിൽ വല്ലാതെ ഉള്ളു നിറഞ്ഞു പോയി. നാളെ ഈ ഒരു മതിയല്ലോ പ്രിയപ്പെട്ട ഉസ്താദിന് പുണ്യമായ സ്വർഗത്തിലേക്ക് കടന്നു പോകാം. പക്ഷേ നാം ഉസ്താദില്ലല്ലോ, നാറടി മണ്ണിലാണല്ലോ, കബറിലാണല്ലോ. അല്ലാഹുവേ നീ സ്വർഗം നൽകണേ അല്ലാഹുവേ. കാത്തിരിക്കുന്ന ഭാര്യയുണ്ട്, മക്കളുണ്ട്, പൊന്നാര മാതാപിതാക്കളുണ്ട്. ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ ഒരുപാട് നന്മകളുണ്ട്. എല്ലാം ഇവിടെ ബാക്കിയാക്കിയിട്ട് ഉസ്താദ് സ്വർഗത്തിൽ ആരാമത്തിലേക്ക് പച്ചപ്പറവയെ പോലെ യാത്രയായിരിക്കുകയാണ്. നിന്റെ ചഞ്ചലമായ വിധിയാണെന്നറിയാം. അല്ലാഹുവേ ആ പാവപ്പെട്ട പണ്ഡിതന് നീ സ്വർഗം നൽകണേ അല്ലാഹ്. അതുപോലെ ഇവിടെ മരവെള്ളപ്പാച്ചിലിൽ പെട്ടുപോയ, ഉരുൾപൊട്ടലിൽ പെട്ടുപോയ ഞങ്ങളെ പാവപ്പെട്ട സഹോദരങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ്. നീ സ്വർഗം നൽകണേ അല്ലാഹ്. ആരംഭിക്കുകയാണ്. എല്ലാവരും